തൃശൂർ ലാലൂരിൽ IM വിജയന്റെ പേരിൽ നിർമ്മിച്ച അത്യാധുനിക സ്പോർട്സ് കോംപ്ലക്സിന്റെ ഉദ്ഘാടനം അത് നാടിന് സമർപ്പിക്കുന്നതും ഇന്നാണ്. കേരളത്തെ ഫുട്ബോളിന്റെ ലോക ഭൂപടത്തിൽ അടയാളപ്പെടുത്തിയ താരത്തിന് ആദര സൂചകമായാണ് ഈ കോംപ്ലക്സ് നിർമ്മിച്ചത്. ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഒരു കാലത്ത് തൃശ്ശൂരിന്റെ മാലിന്യ കൂമ്പാരമായിരുന്ന സ്ഥലമാണ് ഇപ്പോൾ മനോഹരമായൊരു സ്പോർട്സ് കോംപ്ലക്സ് ആക്കി മാറ്റിയിരിക്കുന്നത്. മന്ത്രി ആദ്യം ഇക്കാര്യം പറഞ്ഞപ്പോൾ വിശ്വസിക്കാൻ കഴിഞ്ഞില്ലെന്നും വലിയ സന്തോഷമുണ്ടെന്നും IM വിജയൻ ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. ലെവിൻ കെ വിജയൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ഇന്ത്യൻ ഫുട്ബോളിനും കേരളത്തിലെ കായിക പ്രേമികൾക്കുമൊക്കെ ഇന്ന് ഒരു അഭിമാനകരമായ ദിവസമാണ്. ഇന്ത്യയുടെ ഫുട്ബോൾ ഇതിഹാസം, കേരളത്തിൻ്റെ കറുത്തമുത്ത്, നമ്മുടെ IM വിജയൻ, അദ്ദേഹത്തിൻ്റെ പേരിലൊരു അന്താരാഷ്ട്ര സ്റ്റേഡിയം കോംപ്ലക്സ്, സ്പോർട്സ് കോംപ്ലക്സ് ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ്. കിഫ്ബി ഫണ്ടിൽ നിന്ന് 9 കോടി രൂപ ചെലവിൽ ആദ്യഘട്ട നിർമ്മാണം പൂർത്തിയാക്കിയ സ്റ്റേഡിയത്തിൻ്റെയും കോംപ്ലക്സിൻ്റെയും ഒക്കെ ഉദ്ഘാടനം ഇന്ന് നടക്കും. വിജയേട്ടൻ നമ്മളോടൊപ്പമുണ്ട്. വലിയ സന്തോഷം തന്നെയായിരിക്കും ഇന്നത്തെ ദിവസം എന്നറിയാം. ഇന്ത്യയുടെ കാലാഹിരണം എന്താണ് പറയാനുള്ളത്? ഇല്ല, ഭയങ്കര സന്തോഷമാണ്. ഭയങ്കര സന്തോഷമാണ്. കാരണം ഇത്രയും വലിയൊരു സ്റ്റേഡിയം നമുക്കെല്ലാവർക്കും അറിയാം. ആദ്യം ഇത് ലാലൂർ എന്ന് പറഞ്ഞ കുപ്പത്തൊട്ടിയും അത് ഒരാൾക്കും ഇവിടെ അയൽവക്കത്തുള്ളവർക്ക് താമസിക്കാൻ പറ്റാത്ത സമരം കാര്യങ്ങളൊക്കെ നമുക്ക് നന്നായിട്ട് അറിയാനാണ്. ഇതിങ്ങനെ വരാൻ ഏറ്റവും അധികം മുൻകൈ എടുത്തത് ആ ഫസ്റ്റ് ഭരണ സമയത്ത് VS സുനിൽകുമാറും അതേപോലെ തന്നെ നമ്മുടെ സ്പീക്കറായിരുന്നു അന്ന്. അപ്പം എൻ്റെ പേര് നോമിനേറ്റ് ചെയ്തത് ഇവർ രണ്ടുപേരാണ്, രാഷ്ട്ര സാറും സുനിൽകുമാറും. 2025 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിജയേട്ടനെ സംബന്ധിച്ചുള്ള ഒരു ഭാഗ്യവർഷമാണെന്ന് തോന്നും. ഒന്ന്, ഈ സ്റ്റേഡിയത്തിൻ്റെതായിട്ടുള്ള അന്താരാഷ്ട്ര സ്പോർട്സ് കോംപ്ലക്സിൻ്റെതായിട്ടുള്ള ഉദ്ഘാടനം. 2, പത്മശ്രീ അവാർഡ് ലഭിക്കുന്നു. 3, അമ്മയുടെ പേരിൽ ഏറെ നാളായി ആഗ്രഹിച്ച ഒരു ടൂർണമെൻറ്റ് നടത്താൻ കഴിയുന്നു. പിന്നെയുമുണ്ട്, കുറച്ച് പുറകോട്ട് പോയി കഴിഞ്ഞാൽ കുറേ നേട്ടങ്ങൾ ജീവിതത്തിൽ. എന്താണ് പറയാനുള്ളത്? 2025 ഭയങ്കര ഭാഗ്യമുള്ള ടൈം തന്നെയാണ്. കാരണം സ്റ്റേഡിയം ഇന്ത്യയിലെ ഏറ്റവും വലിയ, ഇപ്പം ഇന്ത്യയിൽ ഒരു ഒറ്റ പ്ലെയേഴ്സിന് ഇത്രയും അതിനേക്കാളും ഗ്രേറ്റ് പ്ലെയേഴ്സ് ഉള്ളതാണ്, ലെജൻസ് ഉള്ളതാണ്. പക്ഷെ അവർക്കൊന്നും ഇത്രയും നല്ലൊരു സ്പോർട്സ് കോംപ്ലക്സ് ഒന്നും ആരും പേരിൽ വന്നില്ല. അത് കേരളത്തിൽ ജനിച്ചതിന് വലിയൊരു ഭാഗ്യമായിട്ടാണ് കാണുന്നത്. ഈ സ്റ്റേഡിയത്തിൻ്റെ അല്ലെങ്കിൽ സ്പോർട്സ് കോംപ്ലക്സിൻ്റെ നിർമ്മാണം ആദ്യഘട്ടം മാത്രമേ പൂർത്തിയായിട്ടുള്ളൂ. ഇതൊരു തൃശ്ശൂരിൻ്റെ അല്ലെങ്കിൽ കേരളത്തിൻ്റെ ഒരു കായിക ഹബ്ബുകളിൽ പ്രധാനപ്പെട്ട സ്റ്റേഡിയമായി അല്ലെങ്കിൽ സ്പോർട്സ് കോംപ്ലക്സ് ആയിട്ട് ഭാവിയിൽ മാറുമെന്ന് തന്നെയാണ് സർക്കാർ പറയുന്നത്. ഫുട്ബോളിനൊപ്പം തന്നെ മറ്റ് കായിക മത്സരങ്ങൾക്കും സ്പോർട്സിനുമൊക്കെ ഇവിടെ പ്രാധാന്യം ലഭിക്കും. അങ്ങനെ തന്നെ അത് മുന്നോട്ട് പോകണമെന്നാണ് കരുതുന്നത്. തീർച്ചയായിട്ടും. കാരണം ഇപ്പോൾ ഈ ഗ്രൗണ്ട് മാത്രം, ഇത് ഫുട്ബോൾ സ്റ്റേഡിയം ഇത് മാത്രം നോക്കണ്ട. ഇതിന് സ്വിമ്മിംഗ് പൂളുണ്ട്. അപ്പുറത്ത് ഇൻഡോർ സ്റ്റേഡിയം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കേരളത്തിൽ ഇത്ര വലിയൊരു ഇൻഡോർ സ്റ്റേഡിയം ഞാൻ അതിൻ്റെ ഉള്ളിൽ പോയിട്ടുള്ളതാണ്, കണ്ടിട്ടില്ല. പുറത്ത് ക്രിക്കറ്റിൻ്റെ ഇതുണ്ട്. ഇനിയിപ്പോൾ അടുത്തത് ഇനിയിപ്പോൾ ചെയ്യാൻ പോകുന്നത് ഹോക്കി ഗ്രൗണ്ടാണ്. അപ്പോൾ ഇൻഡോർ സ്റ്റേഡിയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൽ വോളിബോൾ നടത്താം, ബാസ്കറ്റ് ബോൾ നടത്താം, ഹാൻഡ് ബോൾ നടത്താം. എല്ലാ ഇവൻ്റ് അതിൻ്റെ ഇൻഡോർ സ്റ്റേഡിയത്തിലുള്ള എല്ലാ ഇവൻ്റ്, ഷട്ടിൽ നടത്താം, എല്ലാ ഇവൻ്റ് നടത്താം. അപ്പോൾ ഒരു എന്താ പറയുക, കേരളത്തിലെ ഏറ്റവും വലിയൊരു ഇൻഡോർ സ്റ്റേഡിയം ആയിട്ടാണ് അത് വരാൻ പോകുന്നത്. കാരണം അത്രയും 10,000 പേർക്ക് ഇരിക്കാൻ പറ്റുന്ന ഗാലറി ഉണ്ട്. അവസാനമായിട്ടേ ആഘോഷപൂർവ്വമായിട്ടുള്ള ഉദ്ഘാടന പരിപാടികളാണ് നിശ്ചയിച്ചിരിക്കുന്നത്. വേടൻ്റെ റാപ്പ് ഷോ അടക്കം അങ്ങനെ ഒരുപാട് ആഘോഷ പരിപാടികളൊക്കെ നടക്കുന്നു. ഈ അവസാനത്തെ ഘട്ടം റെസ്റ്റ് ഓഫ് കേരളയും വിജയേട്ടൻ്റെ ടീമും തമ്മിലുള്ള ഫുട്ബോൾ മത്സരമൊക്കെ ഉണ്ട്. കാത്തിരിക്കുകയാണല്ലേ ആ സമയത്തിന് വേണ്ടിയിട്ട്? അതെ, തീർച്ചയായിട്ടും. അത് കഴിഞ്ഞ് ഇനോഗ്രേഷൻ കഴിഞ്ഞാൽ നമ്മുടെ പഴയ കുറേ പ്ലേയേഴ്സ് വരുന്നുണ്ട്. എൻ്റെ കൂടെ കളിച്ചിട്ടുള്ള സുരേഷ്, ആസിഫ് സയ്യിർ, രാമൻ വിജയൻ. ഏതായാലും വലിയ സന്തോഷത്തിലാണ് ഇന്ത്യയുടെ കറുത്തമുത്ത്. അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു സ്റ്റേഡിയം കോംപ്ലക്സും സ്റ്റേഡിയവും ഒക്കെ ഉദ്ഘാടനം ചെയ്യപ്പെടുന്നു. സംസ്ഥാന സർക്കാരിൻ്റെ ചെലവിൽ കിഫ്ബി ഫണ്ടിൽ നിന്നും തൃശ്ശൂർ കോർപ്പറേഷനും കൂടി സഹകരിച്ചാണ് ഈ അന്താരാഷ്ട്ര സൗകര്യങ്ങളോട് കൂടിയിട്ടുള്ള ഈ സ്പോർട്സ് കോംപ്ലക്സിൻ്റെ ഉദ്ഘാടനം നടക്കുക. വൈകിട്ട് ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നിരവധി പരിപാടികൾ കൂടിയുണ്ട്. ഏതായാലും കായിക കേരളത്തിന് ഈ സ്റ്റേഡിയവും അന്താരാഷ്ട്ര കോംപ്ലക്സും ഒക്കെ അഭിമാനമായി മാറുമെന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ക്യാമറമാൻ സഹീർ ഗുരുവായൂരിനൊപ്പം ലെവിൻ കെ വിജയൻ, ന്യൂസ് മലയാളം.